Learn Easy Online Education. Hi, welcome to my new video. It's me, Harshida. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ യൂണിറ്റ് നമ്പർ 22 ആണ്. കൺസെപ്ച്വലൈസിങ് എത്നിസിറ്റി. എത്നിസിറ്റിയുടെ ആശയങ്ങൾ, അതായത് വംശീയതയുടെ ആശയങ്ങൾ എന്നാണ് നമ്മുടെ ഹെഡിങ്ങിൽ പറയുന്നത്. സോ നമ്മുടെ MS-001 22ാമത്തെ യൂണിറ്റ് ആണിത്. നമുക്ക് ഇതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, ക്ലാസ് ആൻഡ് എത്നിസിറ്റി, കൺസ്ട്രക്ഷൻ ഓഫ് എത്നിസിറ്റി, പ്രിമോർഡയലിസ്റ്റ് അപ്രോച്ച്, ഇൻസ്ട്രുമെന്റലിസ്റ്റ് അപ്രോച്ച്, കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ ഓഫ് എത്നിസിറ്റി, ജെങ്കിൻസ് മോഡൽ ഓഫ് എത്നിസിറ്റി, റേസ് ആൻഡ് എത്നിസിറ്റി, കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിന് കണ്ടന്റ് ആയിട്ട് വരുന്നത്. So without much delay, let's start our class. 20.1 Introduction. Society teaches us to see difference from an early age. We grow up hearing that boys and girls are separate, which create a mindset of us versus them. And we move through life. This idea expands to include culture, stereotypes and prejudices. This separated pattern shape how we understand ethnicity. ചെറുപ്പം മുതലേ വ്യത്യാസങ്ങൾ കാണാൻ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തരാണെന്ന ഒരു ചിന്താഗതി നമ്മളെ സമൂഹം പഠിപ്പിക്കുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും വെവ്വേറെയാണ്. അത് കേട്ടാണ് നമ്മൾ വളരുന്നത് തന്നെ. അത് അവർ എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ആശയം, സംസ്കാരം, സ്റ്റീരിയോ ടൈപ്പുകൾ, മുൻവിധികൾ എന്നിവ ഉൾക്കൊള്ളും. നമ്മൾ ജീവിതത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ആശയങ്ങളും ഈ ഒരു സ്റ്റീരിയോ ടൈപ്പുകളും മുൻവിധികളും എല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ലൈഫ് പോകുന്നത്. ഈ ആവർത്തിച്ചുള്ള പാറ്റേണുകൾ നാം വംശീയത എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ രൂപപ്പെടുന്നു. ഈ ഒരു പാറ്റേണുകളൊക്കെ എന്താണ്, വംശീയത എങ്ങനെയാണ് മനസ്സിലാക്കുക, ഇതിലൂടെയാണ് നമ്മൾ വംശീയത എന്നത് മനസ്സിലാക്കുന്നത് എന്നാണ്. വംശീയമായിട്ടുള്ള വേർതിരിവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എത്നിസിറ്റി comes from the Greek word ethnos, meaning of group of people who live and act together. Today it refers to identity based on culture and nationality. വംശീയത എന്ന ഗ്രീക്ക് പദമായിട്ടുള്ള എത്നോസ് എന്ന വാക്കിൽ നിന്നാണ് വന്നത്. അതായത് ഒരുമിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ എന്നാണ് ഇത്. അത് സംസ്കാരത്തെയും ദേശീയതയും അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്വത്വത്തെ സൂചിപ്പിക്കുന്നു. ആ ഒരു കൂട്ടം ആളുകൾക്ക് അവരുടേതായ സ്വത്വവും അവരുടേതായ ദേശീയവും അവരുടേതായ സംസ്കാരം, അതായത് അവർ ഒറ്റയ്ക്ക് അവര് ഉദ്ദേശിക്കുന്ന ആൾക്ക് അവരുടെ ആദർശങ്ങൾ പങ്കിടുന്നവർ ഒറ്റയ്ക്ക് ഒരു വംശമായിട്ട് ജീവിക്കുന്നതിനെ എന്ന ഒരർത്ഥമാണ് ഈ വംശീയത എന്ന വാക്കിനുള്ളത് എന്നാണ് പറയുന്നത്. The term became widely used in psychology during the 1940s, especially in America, where scholars studied ethnicities to understand national identity and the role of immigrant groups. 1940കളില് സാമൂഹ്യ ശാസ്ത്രത്തിൽ ഈ ഒരു പദം വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടു. പ്രത്യേകിച്ച് അമേരിക്കയിൽ ദേശീയ സ്വത്വവും കുടിയേറ്റ ഗ്രൂപ്പുകളുടെ പങ്കും മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ എന്ത് ചെയ്തു, വംശീയതയെ ഉപയോഗിച്ചു വന്നു. Ethnicity is the identity of group based on shared culture, language, traditions, and sometimes nationality or religion. It is different from race, which is based on physical traits like skin color. Ethnicity is about cultural belonging rather than biological differences. പങ്കിട്ട സംസ്കാരം, ഭാഷ, പാരമ്പര്യങ്ങൾ, ചിലപ്പോൾ ദേശീയത അല്ലെങ്കിൽ മതം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റിയാണ് വംശീയത. ആ ഒരു ഗ്രൂപ്പിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള അവരുടെ വ്യക്തമായിട്ടുള്ളതും കർശനമായിട്ടുള്ളതും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ഒരു വംശീയ ഗ്രൂപ്പിന് വംശീയപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയം ഉണ്ടാകും. ഒന്നല്ലെങ്കിൽ സംസ്കാരമാകാം, ഭാഷയാകാം, പാരമ്പര്യങ്ങൾ മുറുകെ പിടിച്ചവരായിരിക്കും, ചിലപ്പോൾ ദേശീയത അല്ലെങ്കിൽ ചിലപ്പോൾ മതം. ഓക്കെ, ഇതൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റിയാണ് വംശീയത. ഇത് വംശത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് ചർമ്മത്തിന്റെ നിറം പോലുള്ള ശാരീരിക സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ള, ചർമ്മത്തിന്റെ നിറം പോലും എന്ത് ചെയ്യാം, അതില് അടിസ്ഥാനമായിട്ട് വരാം. വംശീയത എന്നത് ജീവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളെക്കാൾ സാംസ്കാരികമായിട്ടുള്ള ഒരു ഘടകമാണ് എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് 22.2 ക്ലാസ് ആൻഡ് എത്നിസിറ്റി ആണ് പറയുന്നത്. അടുത്ത ഹെഡിങ് ക്ലാസ് ആൻഡ് എത്നിസിറ്റി, വർഗവും വംശീയതയും. Class based on Marxist ideas explains social hierarchy and includes class consciousness, which creates unity. Ethnicity also builds group identity through shared experiences. മാർക്സിസ്റ്റ് ആശയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ് സാമൂഹിക ശ്രേണിയെ വിശദീകരിക്കുകയും ഐക്യം സൃഷ്ടിക്കുന്ന വർഗബോധം ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. പങ്കിട്ട അനുഭവങ്ങളിലൂടെ വംശീയ ഗ്രൂപ്പ് ഐഡന്റിറ്റി നിർമ്മിക്കുന്നു. പങ്കിട്ട അനുഭവങ്ങളോടെ എന്ത് ചെയ്യുന്നുണ്ട്, വംശീയ ഗ്രൂപ്പ്
അവർക്കുള്ള ഒരു ഐഡന്റിറ്റിയെ നിർമ്മിക്കുന്നുണ്ട്. ക്ലാസ് തിയറിസ്റ്റ് ബിലീവ്സ് എക്സ്പ്ലോയിറ്റേഷൻ സ്ട്രെങ്തൻസ് ക്ലാസ് യൂണിറ്റി വൈൽ എത്നിസിറ്റി ഐഡന്റിറ്റി ഗ്രോസ് ത്രൂ കോമൺ എക്സ്പീരിയൻസസ് ത്രൂ ഡിഫറൻസ് ക്ലാസ് ആൻഡ് എത്നിസിറ്റി ആർ ക്ലോസ്ഡ് ലിങ്ക്ഡ്. വർഗ സൈദ്ധാന്തികർ വിശ്വസിക്കുന്നത് ചൂഷണം വർഗ ഐക്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്നാണ്. അതേസമയം വംശീയ സ്വത്വം പൊതുവായ അനുഭവങ്ങളിലൂടെ വളരുന്നു. വ്യത്യസ്തമാണെങ്കിലും വർഗവും വംശവും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. വർഗ സൈദ്ധാന്തികർ വിശ്വസിക്കുന്നത് വർഗപരമായിട്ടുള്ള തിയറിസ്റ്റ് വിശ്വസിക്കുന്നത് എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണം എന്നത് എന്താണ്, ഒരു വർഗ ഐക്യത്തെ എന്തിപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. ഒരു ചൂഷണത്തിന് ഇടവരുമ്പോൾ ഒരു വർഗം എന്ത് ചെയ്യുന്നു, ശക്തിപ്പെടുന്നു. ഇപ്പൊ തൊഴിലാളി വർഗം മുതലാളി വർഗം കേട്ടില്ലേ? തൊഴിലാളികൾ ചൂഷണത്തിന് ഇരയാകും എന്ത് ചെയ്യുന്നു, ആ തൊഴിലാളികള് ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം വംശീയ സ്വത്വം പൊതുവായ അനുഭവങ്ങളിലൂടെയാണ് വളരുന്നത്. വ്യത്യസ്തമാണെങ്കിലും വർഗവും വംശവും അടുത്ത് ബന്ധപ്പെട്ടിരിക്കും. പക്ഷെ വംശീയ സ്വത്വം എന്നത് വംശമായിട്ടുള്ള ഒരു സ്വത്വം, വംശീയമായിട്ടുള്ള ആശയം എന്നത് പൊതുവായിട്ടുള്ള അനുഭവങ്ങളിലൂടെ വളരാൻ, പൊതുവായിട്ടുള്ള ഈ പാരമ്പര്യവും അതുപോലെ മതവും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ്. ചൂഷണങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. മനസ്സിലായോ? ഡാനിയൽ ബെൽ ആ ഒരു ചൂഷണത്തിന് എതിരായിട്ടുള്ള ആളുകൾ പല തരത്തിൽ നാനാത്വമുള്ളവരായിരിക്കാം. പക്ഷെ എന്താണ് അവരുടെ ഒറ്റ ആശയം എന്നതാണ് ആ ചൂഷണത്തിന് എതിർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ഒറ്റ സ്വത്വമായിരിക്കും. പക്ഷെ ഒരു വംശീയ ഇതിലെന്ന് പറഞ്ഞാൽ വംശീയ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോൾ മതമായിരിക്കും, ഇനിയിപ്പോ വർഗപരമായിട്ട്, ഇനി കറുത്തവർ വെളുത്തവർ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വംശീയ ഗ്രൂപ്പുകളുടെ അതിക്രമണം നമ്മുടെ ആഫ്രിക്കൻ ജനതയ്ക്ക് ഒരുപാട് നേരിട്ടിട്ടുണ്ട്. അതൊക്കെ അവരൊക്കെ മാറ്റി നിർത്തുന്ന എന്താണ്, ഒരു വംശീയ വിവേചനം തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോ അവരൊക്കെ എന്ത് ചെയ്തിട്ടാ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അവർ കഴിക്കുന്നത്, നമ്മൾ ജനിച്ച പോലെ തന്നെയാണ് അവർ ജനിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെയാണ് അവർ ജീവിക്കുന്നത്. വെറും നമ്മുടെ ഈ ഒരു സ്കിന്നിന്റെ കളറ് വെച്ചുകൊണ്ട് മാത്രം അവരെ നമ്മുടെ ലോകത്ത് നിന്നും അകറ്റി നിർത്തുകയാണ് ഈ ഒരു വെളുത്ത വർഗ്ഗക്കാർ ചെയ്യുന്നത്. Okay. Daniel Bell argued that the class identity weakens, ethnicity identity becomes stronger, offering a sense of belonging through culture. Glasser and Moynihan noted that ethnic identity remains important despite class divisions. ഡാനിയൽ ബെൽ വാദിച്ചത് വർഗസ്വത്വം ദുർബലമാകുമ്പോൾ വംശീയ സ്വത്വം ശക്തമാവുകയും സംസ്കാരത്തിലൂടെ സ്വന്തമായിട്ടുള്ള ഒരു ബോധം നൽകുകയും ചെയ്യുന്നു. ക്ലേസറും മെനിഹാനും വർഗവിഭജനങ്ങൾക്കിടയിൽ വംശീയ സ്വത്വം പ്രധാനമാണ് എന്നാണ് പറയുന്നത്. The term ethnicity became politically significant after events like the Soviet Union's collapse and 9/11. It became common in sociology in the 1970s through early references existed. സോവിയറ്റ് യൂണിയന്റെ തകർച്ച 9/11 തുടങ്ങിയ സംഭവങ്ങൾക്ക് ശേഷം വംശീയത എന്ന പദം രാഷ്ട്രീയമായിട്ട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആദ്യകാല പരാമർശങ്ങൾ നിലവിലുണ്ടെങ്കിലും 1970കളിൽ സമൂഹശാസ്ത്രത്തിൽ എന്ത് ചെയ്തു, ഈ ഒരു പദം സാധാരണയായിട്ട് മാറി. ജെൻകിൻ highlighted that ethnicity and ethnical groups are always connected. The term ethnic group replaced race to avoid controversy. Ethnic identity can bring both advantages and disadvantages, such as affirmative action in North America. വംശീയതയും വംശീയ ഗ്രൂപ്പുകളും എല്ലായ്പ്പോഴും ബന്ധപ്പെട്ടിരിക്കുമെന്ന് ജെങ്കിൻസ് എടുത്തു കാണിച്ചു. വംശീയ ഗ്രൂപ്പുകൾ എന്ന പദം വിവാദങ്ങൾ ഒഴിവാക്കാൻ വംശം എന്നതായിട്ട് മാറ്റി സ്ഥാപിച്ചു. യിലെ സ്ഥിരീകരണ പ്രവർത്തനം പോലെയുള്ള ഗുണങ്ങളും ദോഷങ്ങളും വംശീയ സ്വത്വത്തിന് കൊണ്ടുവരാൻ കഴിയും. This lesson explores ethnicity, its history and theories explaining its role in society. ഈ ഒരു ലെസണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത് വംശീയ വിഭജനത്തിന്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ തിയറീസ് എക്സ്പ്ലെയിൻസ് ദ റോൾ ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയിൽ അതിനുള്ള റോളിനെ കുറിച്ചുമാണ് വിശദീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഒരുപാട് വംശപരമായിട്ടുള്ള നിലനിൽക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അഫർമേറ്റീവ് ആക്ഷൻസ് എന്നാണ് അതിനൊക്കെ നമ്മൾ പറയട്ടെ. ഈ ഒരു നയങ്ങൾ ചരിത്രപരമായിട്ട് അകറ്റി നിർത്തപ്പെട്ട ആഫ്രിക്കൻ അമേരിക്കൻ ഹിസ്പാനിയ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലകളിലും കൂടുതൽ അവസരങ്ങൾ നൽകാനായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അത് വംശാടിസ്ഥാനത്തിലുള്ള നയങ്ങളാണ്. ഒരു അന്തർജാതിയിലോ പിന്നോക്ക വിഭാഗത്തിലോ പെട്ട ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സർവകലാശാലകളിൽ പ്രത്യേകിച്ച് സ്കോളർഷിപ്പുകളും പ്രവേശന പരിഗണനയും ലഭിക്കുന്നുണ്ട്. ഇതെന്താണ്, സമത്വം ഉറപ്പാക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്,
പണ്ട് കാലങ്ങൾ ഒരുപാട് വംശീയ വിവേചനത്തിനെതിരായിട്ട് പിന്നോട്ട് പോയ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ SC ST വിഭാഗത്തിൽപ്പെട്ടവർ പണ്ട് കാലത്ത് ഒരുപാട് അടിച്ചമർത്തലുകൾ നേരിട്ടുണ്ട്. അവർ ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് താഴത്തെ തട്ടിലോട്ട് പോയിട്ടുണ്ട് അവർ. അപ്പോൾ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വംശീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ എത്നിസിറ്റി എന്ന് പകരം എത്നിക് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ആ എത്നിക് ഗ്രൂപ്പിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർ അതൊരു വിവേചനപരമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആ ഒരു മുന്നോട്ട് പോയ അത്രയും താഴത്തെ തട്ടിലോട്ട് പോയിട്ടുള്ള അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിട്ടാണ് ആ ഒരു കാര്യത്തെ കാണുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് 22.3 കൺസ്ട്രക്ഷൻ ഓഫ് എത്നിസിറ്റി ആണ്. സം സ്കോളേഴ്സ് ലിങ്ക് ദ ഐഡിയ ഓഫ് എത്നിസിറ്റി ടു മാക്സ് വെബേഴ്സ് ഇയർലി വർക്ക് ഇൻ എക്കോണമി ആൻഡ് സൊസൈറ്റി 1922. Weber said an ethnicity group is made up of people who believe they have a common ancestors. However, he also stated that ethnicity alone does not create a group. Political factors often shape ethnicity identity. നമ്മളിവിടെ കൺസ്ട്രക്ഷൻ ഓഫ് എത്നിസിറ്റിയുടെ നിർമ്മാണത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ചില പണ്ഡിതന്മാര് വംശീയത എന്ന ആശയത്തെ മാക്സ് വെബറിന്റെ ആദ്യകാല കൃതികളുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികവും സമൂഹവും എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ കേട്ടോ. വെബർ പറഞ്ഞു, ഒരു വംശീയ സംഘം തങ്ങൾക്ക് പൊതുപൂർവികനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്നിരുന്നാലും വംശീയത മാത്രം ഒരു ഗ്രൂപ്പിനെ സൃഷ്ടിക്കുന്നില്ലെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. രാഷ്ട്രീയ ഘടകങ്ങൾ പലപ്പോഴും വംശീയ സ്വത്വത്തെ രൂപപ്പെടുത്തുന്നുണ്ട്. വംശീയത എന്നിട്ടുണ്ടെങ്കിൽ തനിക്കൊരു പൊതുപൂർവികൻ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമാണെങ്കിലും എല്ലായ്പ്പോഴും അതങ്ങനെയല്ല. രാഷ്ട്രീയ ഘടകങ്ങളൊക്കെ പലപ്പോഴും വംശീയ സ്വത്വത്തെ രൂപപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. വെബർ സോ എത്നിക് ഗ്രൂപ്പ് ആസ് എ status group, meaning they share religion, language or culture. These groups form social barriers and include outsiders. Members support each other and protecting their group honor. This is why some people join extreme political movements like a suicide squad in conflicts. വെബർ വംശീയ ഗ്രൂപ്പുകളെ സ്റ്റാറ്റസ് ഗ്രൂപ്പുകളായിട്ടാണ് കണ്ടത്. അതായത് അവർ മതം, ഭാഷ അല്ലെങ്കിൽ സംസ്കാരം എന്നിവ പങ്കിടുന്നുണ്ട്. ഈ ഗ്രൂപ്പുകളൊക്കെ സാമൂഹിക തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും പുറത്തു നിന്നുള്ളവരെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ആ ഒരു ദൃശ്യത്തിന് അനുകൂലിക്കുന്ന ആൾക്കാരെ മാത്രമാണ് അവർ അതിലോട്ട് എടുക്കുന്നത്. അതിൽ നിന്ന് പുറത്തുള്ളവരെ അതിൽ നിന്ന് അല്ലാത്തവരെ, ആ ഒരു ആദർശമില്ലാത്ത ആൾക്കാരെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അംഗങ്ങൾ പരസ്പരം പിന്തുണയ്ക്കുകയും അവരുടെ ഗ്രൂപ്പിന്റെ ബഹുമാനം സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകൾ സംഘടനകളിൽ ആത്മഹത്യാ സ്ക്വാഡുകൾ പോലെ തീവ്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചേരുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബർ വെബർ പറഞ്ഞതിനനുസരിച്ച് ജാതി, മതം, ഭാഷ, സംസ്കാരം എന്നിവ പങ്കിടുന്നവർ ഒരു സാമൂഹിക സ്ഥിതിഗതിയുള്ള കൂട്ടായ്മയായിട്ടാണ് മാറുന്നത്, സ്റ്റാറ്റസ് ഗ്രൂപ്പായിട്ടാണ് മാറുന്നത്. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അവിടെ അംഗങ്ങളെ സംരക്ഷിക്കുകയും മറ്റുള്ളവരെ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യും. ഗ്രൂപ്പിന്റെ മാന്യത കാത്തു സൂക്ഷിക്കാനാണ് ശ്രമിക്കുക. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ചെറുപ്പം മുതലേ തന്നെ തീവ്ര രാഷ്ട്രീയ ഗ്രൂപ്പുകളിലേക്കോ കൊടുനിലപാട് സ്വീകരിക്കുന്ന സംഘങ്ങളിലേക്കോ കൂടി ചേരാൻ അത് കാരണമാകുന്നത് ഈ തീവ്രവാദം പോലെ. ഇപ്പൊ തീവ്രവാദം ഒരു മതത്തിന്റെ കീഴിലായാലും ഒരു ദേശീയത വളർത്തുന്നതിലായാലും ഇപ്പൊ പാകിസ്ഥാനില് തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറയുന്നത് കാരണം അവരുടെ രാജ്യമാണ് അവരുടെ ഏറ്റവും വലിയ ഒരു സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഒരു രാജ്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി, ആ ഒരു രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ മറ്റുള്ളവരോടെല്ലാം മോശമായിട്ട് പെരുമാറുകയാണ് ചെയ്യുന്നത്. അവർ മറ്റുള്ളവരെ വധിക്കാനും നമ്മുടെ രാജ്യത്ത് വന്ന് ബോംബിടാനും അക്രമങ്ങൾ ഉണ്ടാക്കാനൊക്കെ അവർ ശ്രമിക്കുകയാണ്. അതിലൊക്കെ അവർക്ക് ആ ഒരു ഗ്രൂപ്പിനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. മതസംബന്ധിയായിട്ടുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പ് അവരുടെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും സംരക്ഷിക്കേണ്ടത് എന്ന് കരുതിയിട്ട്, അവരുടെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും മാത്രമാണ് സംരക്ഷിക്കേണ്ടത് എന്ന് കരുതിയിട്ട് പുറത്തു പോയിട്ട് അക്രമങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ തന്റെ രാജ്യം മാത്രമാണ് ശരി എന്നുള്ളത് കൊണ്ട് പുറത്തു പോയിട്ട് അക്രമങ്ങൾ ഉണ്ടാക്കുക. അതിനാണ് ഈ സൂയിസൈഡ് സ്ക്വാഡുകൾ എന്ന് പറയുന്നത്. ഈ സൂയിസൈഡ് സ്ക്വാഡുകൾ രൂപീകരിക്കുന്നത് എന്തിനാണ്? ആ ഗ്രൂപ്പിന്റെ അഭിമാനം കാക്കാൻ വേണ്ടിയിട്ട്, പുറത്തു നിന്നുള്ളവരെ അവഗണിക്കാനും ആക്രമിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സൂയിസൈഡ് ഗ്രൂപ്പുകൾ, ഒരു തീവ്രവാദ ഗ്രൂപ്പുകളാണ് അത് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. Weber also argued that ethnicity is hard to define because it can be used in different ways. What some call heroic resistance, others called treason.
others call treason. For example, the Israel-Palestine conflict shows how ethnicity plays a role in political struggles. വംശീയ വ്യത്യസ്ത രീതികൾ വംശീയത വ്യത്യസ്ത രീതികളിൽ ഉപയോഗിക്കാമെന്നതിനാൽ അതിനെ നിർവചിക്കാൻ എന്താണ് പ്രയാസമാണെന്നാണ് പറയുന്നത്. വെബർ വാദിച്ചു. ചിലർ എന്ത് ചെയ്യുന്നുണ്ട്, വിരോചിതമായിട്ട് പ്രതിരോധം എന്ന് വിളിക്കുന്നതിനെ മറ്റുള്ളവർ രാജ്യദ്രോഹം എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ വംശീയത എങ്ങനെ പങ്കുവെക്കുന്നു എന്ന് കാണിക്കുന്നു. ഇസ്രായേൽ സംഘർഷം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യമാണ്, അത് ഞങ്ങൾ പിടിച്ചടക്കേണ്ട രാജ്യമാണ് എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ ഒരു വംശീയമായിട്ടുള്ള വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഒന്ന് പ്രതിരോധമാണ്, ഫലസ്തീൻ നടത്തുന്ന പ്രതിരോധം എന്നാണ്. പക്ഷെ അതിനെ ഇസ്രായേൽ പറയുന്നത് എന്താണ്, അത് രാജ്യദ്രോഹമാണ് എന്നാണ് പറയുന്നത്. Ethnicity is a complex topic. Sociologists, anthropologists, and political scientists study using three main ideas: primordializing, ഇൻസ്ട്രുമെന്റലിസം, കൺസ്ട്രക്റ്റിവിസം. വംശീയത ഒരു സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. അതിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. സോഷ്യോളജിസ്റ്റുകള്, നരവംശാസ്ത്രജ്ഞര്, രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ എന്നിവർ 3 പ്രധാന ആശയങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ പഠിക്കുന്നുണ്ട്. പ്രാഥമികവാദം, ഉപകരണവാദം, നിർമ്മാണവാദം. ഈ 3 രീതികൾ വെച്ചുകൊണ്ട് സോഷ്യോളജിസ്റ്റുകള്, നരവംശാസ്ത്രജ്ഞരും രാഷ്ട്രീയ ശാസ്ത്രജ്ഞരും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് വംശീയതയെ പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? പ്രിമോഡലൈസിങ്, ഇൻസ്ട്രുമെന്റലൈസിങ് ആൻഡ് കൺസ്ട്രക്റ്റിവിസം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറയുന്ന 22.4 പറയുന്ന പ്രിമോർഡയലിസ്റ്റ് അപ്രോച്ചിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. Primordialist approach says ethnicity comes from biology. It believes people feel close to their ethnic group because of genetic and geography. Families and ethnic groups for strong bonds. This leads to nepotism, where leaders give special treatment to their relatives. വംശീയ ജീവശാസ്ത്രത്തിൽ നിന്നാണ് ഇത് വരുന്നതെന്നാണ് പറയുന്നത്. ബയോളജി, അതായത് ജീവശാസ്ത്ര ഘടനയിൽ നിന്നാണ് ഇത് വരുന്നതെന്നാണ് പ്രാഥമികവാദം സമീപനം പറയുന്നത്. എന്താണ് പ്രാഥമികവാദ സമീപനം പറയുന്നത്? ജനിതക ശാസ്ത്രവും ഭൂമിശാസ്ത്രവും കാരണം ആളുകൾക്ക് അവരുടെ വംശീയ വിഭാഗത്തോട് അടുപ്പം തോന്നുന്നുവെന്നും ഇത് വിശ്വസിക്കുന്നു. കുടുംബങ്ങളും വംശീയ ഗ്രൂപ്പുകളും ശക്തമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ഇത് സ്വജന പക്ഷപാതത്തിലേക്കാണ് നയിക്കുന്നത്. അവിടെ നേതാക്കൾ അവരുടെ ബന്ധുക്കൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു. ഒരു നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതായത് ജീവശാസ്ത്രപരമായിട്ട് ആ ഒരു നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധം, അതൊരു ഗ്രൂപ്പ് ഐഡന്റിഫൈ, ഒരു സൊസൈറ്റി എന്ന പോലെ ആ ഒരു നാട്ടിലുള്ള ഒരു ഗ്രൂപ്പ് ഒരു വംശീയപരമായിട്ടുള്ള ഒരു അനുനയത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഒരു പ്രത്യേക പരിഗണന. ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ ജീവിക്കുന്ന ആൾക്കാർ, ഒരു വീട്ടിൽ ജനിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ആ ഒരു ബന്ധം, അതൊക്കെ എന്താണ്, അവർക്കൊരു പ്രത്യേകപരമായിട്ടുള്ള കുടുംബവും വംശീയ ഗ്രൂപ്പും ഒരു ശക്തമായിട്ടുള്ള ഒരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഇതിനെയാണ് ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ള പ്രാഥമികവാദ സമീപനം എന്ന് പറയും. ബയോളജിക്കൽ ആയിട്ടുള്ള പ്രിമോർഡയലിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. പേര് വാൻഡൻബെർഗ് said that ethnicity is natural human instinct. Even this in modern times, people feel connected to their ethnic groups. Some scholars believe genetics alone creates ethnic ties. Others think both biology and culture shape ethnicity. പെരിവാൻ പറയുന്നത് വംശീയത ഒരു സ്വാഭാവിക മനുഷ്യ സഹജന വാസനയാണെന്നാണ്. ആധുനിക കാലത്തും ആളുകൾക്ക് അവരുടെ വംശീയ ഗ്രൂപ്പുമായിട്ട് ബന്ധമുണ്ട്. ജനിതക ശാസ്ത്രം മാത്രമാണ് വംശീയ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. ജീവശാസ്ത്രവും സംസ്കാരവും വംശീയത രൂപപ്പെടുത്തുന്നതെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർ കരുതുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യ തന്നെ എടുക്കുകയാണ്. അപ്പൊ ഇന്ത്യയെ കുറിച്ച് നമുക്കൊരു വംശീയ ബോധമുണ്ട്. ഇന്ത്യ എന്റെ രാജ്യമാണ് എന്നുള്ളൊരു വംശീയ ബോധം എനിക്കുണ്ട്. അപ്പൊ ഇന്ത്യക്കാരോട്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇന്ത്യക്കാരോട് എനിക്ക് എന്തുണ്ടാവും, ഒരു സഹജ പക്ഷപാതം ഉണ്ടാവും, സഹകരണ പക്ഷപാതം ഉണ്ടാകും. അവരെയാണ് ഞാൻ ആദ്യം പരിഗണിക്കുക. അല്ലെങ്കിൽ ഇപ്പോ കേരളത്തിലുള്ളവരെ, ഇപ്പൊ കേരളം പറയാം, ഞാനൊരു കേരളത്തിൽ ജനിച്ച ആളായത് കൊണ്ട് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞാൻ കൂടുതൽ എന്റെ പരിഗണന നൽകുന്നത് ആർക്കായിരിക്കും? കേരളത്തിലുള്ളവർക്കായിരിക്കും, മലയാളികൾക്കായിരിക്കും. അതാണ് പറയുന്നത്. ജനറ്റിക്കലായിട്ട് നമ്മളൊരു പ്രദേശത്ത് ജനിച്ചുകൊണ്ട് ഉണ്ടാകുന്ന നമുക്ക് വംശീയമായിട്ടുള്ള അടുപ്പത്തെയാണ് എന്ത് പറയുന്നത്? പ്രിമോർഡയലിസ്റ്റ്
പ്രിമോർഡിയലിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഷോ ആൻഡ് വോങ് ആർഗ്യൂ ദാറ്റ് early humans needed to recognize their family to survive. This means ethnic identity has evolutionary roots. Primordialists believe this family ties always affect society and politics. അതിജീവനത്തിനായിട്ട് ആദ്യകാല മനുഷ്യർ തങ്ങളുടെ കുടുംബത്തെ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് ഷോയും വോങ്ങും വാദിച്ചു. ഇതിനർത്ഥം വംശീയ സ്വത്വത്തിന് പരിണാമപരമായിട്ടുള്ള വേരുകളുണ്ട്. ഈ കുടുംബ ബന്ധങ്ങൾ എല്ലായ്പ്പോഴും സമൂഹത്തെ, രാഷ്ട്രീയത്തെ ബാധിക്കുമെന്ന് ആദിമവാസികൾ വിശ്വസിച്ചു. ആദിമകാലത്ത് എന്തുണ്ട്, ഇതിന് വേരുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിജീവനത്തിന് വേണ്ടിയിട്ട്, ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ആദ്യകാല മനുഷ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ കുടുംബങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. തന്റെ കുടുംബം എന്നത് എന്താണ്, തനിക്ക് നിലനിൽപ്പിനുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ജീവിക്കാനുള്ള ഒരു പ്രേരണയാണ്. അതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. അതൊരു തരത്തിൽ എന്താണ്, വംശീയതയാണ്. തന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നത് പോലും എന്താണ്, ഈ ഒരു പ്രാഥമിക വംശീയതയിൽ ഉൾപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത്. അതിന്റെ ആവശ്യമുള്ള ഒരു വംശീയതയാണെന്നാണ് പറയുന്നത്. ക്ലിഫോർഡ് ഗ്രീറ്റ്സ് സെഡ് കോൺഫ്ലിക്ട്സ് ഹാപ്പൻ വെൻ എത്നിക് ലോയൽറ്റി ക്ലാഷസ് വിത്ത് നാഷണൽ യൂണിറ്റി, ദസ് ക്യാൻ ലീഡ് ടു tribalism or communalism. Today's societies believes in equality, but എത്നിക് ബേസ്ഡ് പൊളിറ്റിക്സ് ക്യാൻ കോസ് പ്രോബ്ലംസ്. ക്ലിഫോർഡ് ഗ്രീറ്റ്സ് പറഞ്ഞത് വംശീയ വിശ്വസ്തത ദേശീയ ഐക്യവുമായിട്ട് ഏറ്റുമുട്ടുമ്പോഴാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. വംശീയ വിശ്വസ്തത ദേശീയ ഐക്യവുമായിട്ട് ഏറ്റുമുട്ടുമ്പോഴാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ഇത് വംശീയതയിലേക്കോ വർഗീയതയിലേക്കോ നയിച്ചേക്കാം. ഇത് സമൂഹങ്ങൾ സമത്വത്തിൽ വിശ്വസിക്കുന്നു, എന്നാൽ വംശീയ അധിഷ്ഠിത രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. എക്സ്പേർട്സ് സ്റ്റിൽ ഡിബേറ്റ്സ് whether ethnicity is natural or creates for politics. Some think it is an ancient bond, while others say leaders use it for power. വംശീയ സ്വാഭാവികമാണോ അത് രാഷ്ട്രീയത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് വിദഗ്ധർ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ചിലർ ഒരു പുരാതന ബന്ധമാണെന്ന് കരുതുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ അധികാരത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിലർ പറയുന്നത് അതിന് പുരാതന ബന്ധമാണ്, ചിലർ എന്ത് ചെയ്യുന്നത് അത് അധികാരത്തിന് വേണ്ടിയിട്ട് വംശീയ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത നമ്മുടെ ഹെഡിങ് 22.5 ഇൻസ്ട്രുമെന്റലിസ്റ്റ് അപ്രോച്ച്. നമ്മുടെ സെക്കൻഡ് അപ്രോച്ച് ആണ് ഇൻസ്ട്രുമെന്റലിസ്റ്റ് അപ്രോച്ച്. അതെന്താണെന്ന് നോക്കാം. സ്റ്റുഡൻസ് ഓഫ്റ്റൻ വണ്ടർ ഇഫ് എത്നിസിറ്റി ഈസ് പാർട്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ or if it is can changes based on situations, strategies or manipulation by individuals or groups. Some scholars argue that ethnicity is socially constructed and not fixed. വംശീയത മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണോ അതോ വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ സാഹചര്യങ്ങൾ, തന്ത്രങ്ങൾ അല്ലെങ്കിൽ കൃത്രിമത്വം എന്നിവയിൽ അടിസ്ഥാനമാക്കി അത് മാറാൻ കഴിയുമോ എന്ന് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വംശീയത സാമൂഹികമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണെന്നും സ്ഥിരമല്ലെന്നും ചില പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട്. This view, known as the instrumentalist approach, became popular in the 1960s and the 1970s. Scholars like Frederick Barth and Paul Brass are key figures in this perspective. ഇൻസ്ട്രുമെന്റലിസ്റ്റ് സമീപനം എന്നറിയപ്പെടുന്ന കാഴ്ചപ്പാട് 1960കളിലും 70കളിലും ജനപ്രിയമായിട്ടുണ്ട്. ഫെഡറിക് ബാർത്ത്, പോൾ ബ്രാസ് തുടങ്ങിയ പണ്ഡിതന്മാരാണ് ഈ കാഴ്ചപ്പാടിന്റെ പ്രധാന വ്യക്തികൾ. Brass sees ethnicity as a tool used by political elites to gain power. This used cultural symbols and values to create group identity and loyalty. For example, in India, issues like cow slaughter and language are used in politics to unite or divide groups. രാഷ്ട്രീയ ഉന്നതർ അധികാരം നേടുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് ബ്രാസ് വംശീയതയെ കാണുന്നുണ്ട്. ഗ്രൂപ്പ് ഐഡന്റിറ്റിയും ലോയൽറ്റിയും സൃഷ്ടിക്കാൻ അവർ സാംസ്കാരിക ചിഹ്നങ്ങളും മൂല്യങ്ങളും ഉപയോഗിക്കുന്നു. ഗ്രൂപ്പ് ഐഡന്റിറ്റിയും ലോയൽറ്റിയും സൃഷ്ടിക്കാൻ ഒരു ഗ്രൂപ്പിന് ഒരേ ആദർശങ്ങൾ പുലർത്തുന്ന ആ ഗ്രൂപ്പിന് എന്തുണ്ട്, ഐഡന്റിറ്റി ഉണ്ട്. അതുപോലെ ലോയൽറ്റികൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ചിഹ്നങ്ങളും മൂല്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഗോഹത്യ ഭാഷ തുടങ്ങിയ വിഷയങ്ങൾ, ഇന്ത്യയിൽ ഗോഹത്യ ഭാഷ തുടങ്ങിയ വിഷയങ്ങൾ രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പുകളെ ഒന്നിപ്പിക്കാനോ ഭിന്നിപ്പിക്കാനോ ഉപയോഗിക്കുന്നു. പണ്ട് കാലങ്ങളിൽ ഭാഷാടിസ്ഥാനത്തിൽ വംശീയ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടില്ലേ? സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് എന്ത് വേണം, സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പുകൾ ഉയർന്നു പൊന്തിട്ടില്ല. അതിനതൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഗോഹത്യ, പശുവിനെ, നമ്മുടെ ഗോമാതാവിനെ കൊല്ലുന്നതിനെതിരായിട്ട് ഇപ്പൊ നമ്മുടെ BJP സർക്കാരും RSS ഒക്കെ അതിനെ എതിർത്തിട്ട് വംശീയ ഗ്രൂപ്പുകൾ, അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ആ മതത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ആദർശത്തെ, ആ ഗോഹത്യയെ എതിർക്കുന്ന ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഒരു വംശീയ ഗ്രൂപ്പുകൾ ഇന്നുണ്ടല്ലോ. അതൊക്കെ അതിന് ഉദാഹരണമാണെന്ന്. അതൊക്കെ എന്താണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഗ്രൂപ്പുകളെ ഒന്നിപ്പിക്കാനോ ഭിന്നിപ്പിക്കാനോ അതെന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് രാഷ്ട്രീയത്തിൽ ഇടപെടാനും സംഘർഷങ്ങൾ ഉണ്ടാക്കാനും രാഷ്ട്രീയത്തിൽ നേതൃത്വ സ്ഥാനം ലഭിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്,
അതുകൊണ്ട് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഭാരത് ഫോക്കസ് ഓൺ ഹൗ എത്നിക് ബൗണ്ടറീസ് ആർ മെയിൻറ്റെയിൻഡ് ത്രൂ social interactions. He believes ethnicity is not fixed but changes based on situations like migration or resource competition. Ethnic identity becomes stronger in conflicts but may be less important in cooperative situations. സാമൂഹിക ഇടപെടലുകളിലൂടെ വംശീയ അതിരുകൾ എങ്ങനെ പരിപാലിക്കപ്പെടുന്നു എന്നതിൽ ഭാരത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വംശീയത സ്ഥിരമല്ലെന്നും മൈഗ്രേഷൻ അല്ലെങ്കിൽ റിസോഴ്സ് മത്സരം പോലുള്ള സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാറ്റങ്ങളാണെന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. സംഘടനകളിൽ വംശീയ ഐഡന്റിറ്റി കൂടുതൽ ശക്തമായിട്ട് തീരുന്നു, എന്നാൽ സഹകരണ സാഹചര്യങ്ങൾ പ്രാധാന്യം കുറവായിരിക്കും. സംഘടനകളിലുള്ള സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, വംശീയ ഐഡന്റിറ്റികൾ കൂടുതൽ ശക്തമായിട്ട് തീരുന്നത്. എന്നാൽ സഹകരണമായിട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങൾ എന്തായിരിക്കും, ഈ ഒരു വംശീയതയുടെ പ്രാധാന്യം എന്തായിരിക്കും, കുറവായിരിക്കും എന്നാണ്. രാജ്യത്ത് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വംശമായിട്ട് രൂപം കൊള്ളും. എന്തെങ്കിലും ഒരു ആദർശം, അതായിക്കോട്ടെ, ആശയങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്ന പ്രദേശത്തുള്ള ആൾക്കാരായിക്കോട്ടെ, എന്തെങ്കിലും ഒരു തരത്തിൽ എന്ത് ചെയ്യും, അവിടെ ഒരു വംശീയത രൂപം കൊള്ളും. ഒരു സ്ഥലത്ത് ഇപ്പോ പണ്ട് കാലങ്ങളിൽ മതപരമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടായ സമയത്ത് മതപരമായിട്ടുള്ള ഗ്രൂപ്പുകൾ രൂപം കൊണ്ടു. മുസ്ലിങ്ങള്, ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള് എന്നൊക്കെ പറഞ്ഞിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ രൂപം കൊണ്ടു. ഇനിയിപ്പോ ഒരു പ്രദേശത്ത് ഒരു പ്രശ്നം വരും. ഇപ്പൊ സിൽവർ ലൈൻ വന്ന സമയത്ത് എന്താ ഉണ്ടായത്, ആ ഒരു പ്രദേശത്തെ ആളുകൾ കൂടിച്ചേർന്നു. അവരുടെ ആദർശം എന്താണ്, ആ സിൽവർ ലൈൻ വരാൻ പാടില്ല എന്നുള്ള ആ ഒരു ആദർശത്തിന്റെ കീഴിൽ അവർ ഒത്തുകൂടി. അവിടെ മതമല്ല, അവരുടെ ആദർശമാണ്, അവരുടെ ആവശ്യമാണ് എന്ത് ചെയ്ത് ഒരു വംശീയ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത്. അതുപോലെ ഓരോ സമയത്തും ഇപ്പൊ പരിസ്ഥിതി സംരക്ഷണം ആയിക്കോട്ടെ, ഇപ്പൊ ഒരു നാട്ടിൽ ഇപ്പൊ ഒരു ഡാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഉണ്ടായിരുന്നില്ലേ, ഡാം കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു, ആ നാട്ടിലുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടി. ആ ഡാമിനടുത്ത് ജീവിക്കുന്ന ആദിവാസികളായിട്ടുള്ള ആൾക്കാർ, സർക്കാർ സരോവർ പദ്ധതിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ, അവർ ഒരുമിച്ചു. അവരുടെ ആദർശം എന്തായിരുന്നു, അവരുടെ നിലനിൽപ്പായിരുന്നു അവരുടെ വംശീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് പറയുന്നത്. ഇത്രയ്ക്ക് പലതരത്തിൽ വംശീയ സംഘടനകൾ വരുന്ന സംഘടനകൾ ഉണ്ടാകുമ്പോഴാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, വംശീയ ഗ്രൂപ്പുകൾ ഉയർന്നു വരുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. Those scholars agree an ethnicity is not biological but shaped by social and political factors. It is way of group of defined us versus them, and these boundaries can shift over time. This approach differs from the idea that ethnicity is an unchanging part of human nature. Instead, it highlights how ethnicity is used strategical in different contexts. വംശീയത ജൈവികമല്ലെന്നും സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള ഘടകങ്ങളാൽ രൂപപ്പെട്ടതാണെന്നും രണ്ട് പണ്ഡിതന്മാരും സമ്മതിക്കുന്നുണ്ട്. ഗ്രൂപ്പുകൾ, ഞങ്ങൾ അല്ലെങ്കിൽ അവർ എന്നിവയെ നിർവചിക്കാനുള്ള ഒരു മാർഗമാണ് ഞങ്ങളും അവരും. ഞങ്ങൾ വേറെയാണ്, അവര് വേറെയാണ് നിർവചിക്കാനുള്ള ഒരു മാർഗമാണിത് വംശീയത. വംശീയത ജൈവികമല്ലെന്നും സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള ഘടകങ്ങൾ രൂപപ്പെട്ടതാണെന്നുമാണ് ഈ ഒരു രണ്ടാമത്തെ ടെക്നിക്കിലൂടെ പറയുന്നത്. ഈ അതിരുകൾ കാലക്രമേണ മാറാം. ഈ സമീപനം വംശീയ മനുഷ്യ സ്വഭാവത്തിന്റെ മാറ്റമില്ലാത്ത ഭാഗമാണെന്ന ആശയത്തിൽ നിന്ന് വ്യത്യസ്തമാകാം. പകരം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വംശീയത എങ്ങനെ തന്ത്രപരമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുവെന്ന് എടുത്തുകാണും. വംശീയത പലതരത്തിലും രാഷ്ട്രീയത്തിലായാലും സമൂഹത്തിലായാലും തന്ത്രപരമായിട്ട് വംശീയതയെ ഉപയോഗിക്കുന്നുണ്ട്. ആര്? രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റും മനുഷ്യരും ആളുകളും എല്ലാവരും അതിനെ ഉപയോഗിക്കുന്നുണ്ട്. വംശീയത മനുഷ്യ സ്വഭാവത്തിന്റെ മാറ്റമില്ലാത്ത ഭാഗമാണെന്ന ആശയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിന് മാറ്റങ്ങൾ സംഭവിക്കാം. വംശീയത എന്നത് ജനറ്റിക്കൽ അല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുന്നതാണ് ഇൻസ്ട്രുമെന്റലിസ്റ്റ് അപ്രോച്ചിൽ പറയുന്നത് കേട്ടോ. നമ്മുടെ അടുത്ത ഇതാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ ഓഫ് എത്നിസിറ്റി എന്നാണ് പറയുന്നത്. നമ്മുടെ മൂന്നാമത്തെ അപ്രോച്ചാണ് കൺസ്ട്രക്റ്റീവ് മോഡൽ ഓഫ് എത്നിസിറ്റി. ആദ്യത്തെ പറഞ്ഞത് ജൈവികമായിട്ടാണ് വംശീയത രൂപം കൊള്ളുന്നതെന്നാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് എന്താണ്, സമൂഹങ്ങളിൽ സംഘടനകൾ ഉണ്ടാകുന്ന സമയത്ത് സമൂഹങ്ങളിൽ രൂപം കൊള്ളുന്ന സാമൂഹികമായിട്ടുള്ള വംശീയതകളാണ് രണ്ടാമത് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ പറഞ്ഞത് കൺസ്ട്രക്റ്റീവ് മോഡൽസ് ഓഫ് എത്നിസിറ്റി ആണ്. The constructive models of ethnicity is a part of the interpretive paradigm influenced by postmodernism. It focuses on how people negotiate group boundaries and identities which are seen as flexible and changing. വംശീയതയുടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് മാതൃക ഉത്തരാധുനികതയാൽ സ്വാധീനിക്കപ്പെട്ട വ്യാഖ്യാനമായ മാതൃകയുടെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. ആളുകൾ ഗ്രൂപ്പ് മോഡേൺ യുഗത്തിൽ ഉണ്ടായതെന്നാണ് കേട്ടോ പറയുന്നത്. ആളുകൾ ഗ്രൂപ്പ് അതിരുകളും ഐഡന്റിറ്റികളും എങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നതിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവ വഴക്കമുള്ളതും മാറുന്നതുമായിട്ടാണ് കാണപ്പെടുന്നത്. Sokolowski and Tiscos argue that even Frederick Barth's ideas of negotiable ethnic boundaries
as terms like group and boundary suggest a stable identity. ഗ്രൂപ്പ്, അതിർത്തി തുടങ്ങിയ പദങ്ങൾ സ്ഥിരതയുള്ള ഒരു ഐഡന്റിറ്റി നിർദ്ദേശിക്കുന്നതിനാൽ ചർച്ച ചെയ്യാവുന്ന വംശീയ അതിരുകളെ കുറിച്ചിട്ടുള്ള ഫെഡറിക് ബാർട്ടിന്റെ ആശയം പോലും എപ്പോഴും വളരെ സ്ഥിരതയുള്ളതായിട്ട് തോന്നുന്നുവെന്ന് സൊലോസ്കിയും ടിസ്കോസും വാദിക്കുന്നു. Instead, ethnicity is better understood as a set of culture markers like language, religion, of history or history. This creates a shared identity for members and ഔട്ട്സൈഡേഴ്സ്. പകരം വംശീയത എന്നത് അംഗങ്ങൾക്ക് പുറത്തുള്ളവർക്ക് ഒരു പങ്കുവെക്കൽ ഐഡന്റിറ്റി സൃഷ്ടിക്കുന്ന ഭാഷ, മതം അല്ലെങ്കിൽ ഒരു ചരിത്രം പോലെയുള്ള സാംസ്കാരിക മാർക്കറുകളുടെ ഒരു കൂട്ടമായിട്ടാണ് മനസ്സിലാക്കുന്നത്. These markers are not fixed but shift depending on context, creating a dynamic process of inclusion and exclusion. This view highlights the fluid and ever-changing nature of ethnicity. ഈ മാർക്കറുകൾ സ്ഥിരമല്ല, പക്ഷെ സന്ദർഭത്തിനനുസരിച്ച് മാറുകയും ഉൾപ്പെടുത്തലിന്റെയും ഒഴിവാക്കലിന്റെയും ചലനാത്മക പ്രക്രിയ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ വീക്ഷണം വംശീയതയുടെ ദിവ്യത്വവും ദ്രവത്വവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം എടുത്തു കാണിക്കുന്നു. വംശീയത എന്താണ്? ദ്രവം പോലെയാണെന്ന് പറയുന്നത്, അതായത് അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത്. മതവും അതുപോലെ ചരിത്രവും ഭാഷയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംസ്കാരവും ഒക്കെ എന്താണ്? മാർക്കറുകൾ ഉപയോഗിച്ചിട്ടുള്ള, അതായത് അതൊക്കെ അടിവരയിട്ടുകൊണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? വംശീയത എന്ന് പറയുന്നത്. എന്നാൽ പോലും എന്താണ്? അത് മാറിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ട് സംഘടനകൾക്ക് അനുസരിച്ചുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു? വംശീയതകൾ രൂപം കൊള്ളുന്നു. എന്താണ് വംശീയതകൾ? എന്താണ്? ഒരിക്കലും ഫിക്സ്ഡ് അല്ല, ഒരു ജൈവികമല്ല. ജൈവികപരമായിട്ടുള്ളതും സാംസ്കാരികപരമായിട്ടുള്ളതും അതിലുപരി പല കാര്യങ്ങളും വംശീയതയിൽ ഉൾക്കൊള്ളുന്നു. എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ ഓഫ് എത്നിസിറ്റിയിൽ പറയുന്നത്? അത് നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. കൺസ്ട്രക്റ്റീവ് എന്നാണ് നിർമ്മാണം എന്നല്ല അർത്ഥം വരുന്നത്. അപ്പൊ അത് വീണ്ടും 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 പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വംശീയത എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ കൺസ്ട്രക്റ്റീവ് മോഡലില് പറയുന്നത് കേട്ടോ. അടുത്തത് 22.7 ജെങ്കിൻസ് മോഡൽ ഓഫ് എത്നിസിറ്റി ആണ്. ജെങ്കിൻസ് presents a model of ethnicity that is useful for both anthropology and sociology. Explain that ethnicity is about cultural differences but it also involves a balance between similarity and differences. നരവംശാസ്ത്രത്തിനും സാമൂഹ്യ ശാസ്ത്രത്തിനും ഉപയോഗപ്രദമായിട്ടുള്ള വംശീയതയുടെ ഒരു മാതൃക ജെങ്കിൻസ് അവതരിപ്പിക്കുന്നുണ്ട്. വംശീയത സാംസ്കാരിക വ്യത്യാസങ്ങളെ കുറിച്ചാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. എന്നാൽ അതിൽ സമാനതയും വ്യത്യാസവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയും ഉൾപ്പെടുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ ഷെയർഡ് കൾച്ചർ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻസ് ബട്ട് ഇസ് നോട്ട് ഫിക്സ്ഡ്. ഇറ്റ് ചേഞ്ചസ് വിത്ത് കൾച്ചർ ആൻഡ് സിറ്റുവേഷൻസ്. എത്നിസിറ്റി ഈസ് ബോത്ത് എ ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഷേപ്ഡ് ബൈ ഹൗ പീപ്പിൾ ഇന്ററാക്ട് ആൻഡ് സീ ദംസെൽഫ്. ഇത് പങ്കിട്ട സംസ്കാരത്തിലും സാമൂഹിക ഇടപെടലുകളിലും വേരൂന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അത് സ്ഥിരമല്ല. സംസ്കാരത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. വംശീയത എന്നത് ഒരു ഗ്രൂപ്പും വ്യക്തിഗത ഐഡന്റിറ്റിയുമാണ്. ഒരു ഗ്രൂപ്പും ആ ഗ്രൂപ്പിന് ഒരു ഐഡന്റിറ്റി ഉണ്ട്, ആ ഒരു വ്യക്തിഗതമായിട്ടുള്ള ഐഡന്റിറ്റിയുമാണ്. ആളുകൾ എങ്ങനെ ഇടപഴകുകയും സ്വയം കാണുകയും ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയിരിക്കുന്നു. ഒരേ മെന്റാലിറ്റിയിൽ ചിന്തിക്കുന്ന, ഒരേ ടൈപ്പിൽ ജീവിക്കുന്ന, ഒരേ ആളുകൾ ഇടപഴകുന്ന ആ ഒരു രീതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വംശീയത രൂപം കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ജെങ്കിൻസ് warns against treated ethnicity or culture as something fixed or unchanging. Instead, he sees them as dynamic process that the people experience, use and do in their daily lives. People create and maintain their sense of self-understanding of others thought these processes. വംശീയതയോ സംസ്കാരത്തെയോ സ്ഥിരമായതോ മാറ്റമില്ലാത്തതായിട്ട് കണക്കാക്കുന്നതിനെതിരെ ജെങ്കിൻസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പകരം ആളുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്നതും ഉപയോഗിക്കുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ചലനാത്മകമായിട്ടുള്ള പ്രക്രിയകളായിട്ട് അവയെ കാണുന്നുണ്ട്. ഈ ഒരു പ്രക്രിയകളിലൂടെ ആളുകൾ അവരുടെ സ്വയബോധവും മറ്റുള്ളവരെ മനസ്സിലാക്കലും സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തിലൂടെ? വംശീയതയിലൂടെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഉദാഹരണം ഇപ്പൊ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ തന്നെ പഞ്ചാബികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? പഞ്ചാബി ഗ്രൂപ്പുകൾ എന്താണ്? ഒരു വംശീയ എത്നിക് ഗ്രൂപ്പുകളാണ്. പഞ്ചാബികൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പാകിസ്ഥാനിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് പഞ്ചാബ് എന്നത്. പഞ്ചാബ് എന്ന പ്രദേശത്തിലെ ജനങ്ങളെ ഉദ്ദേശിച്ചാണ് ഇവർ ഈ ഒരു ഗ്രൂപ്പ് കൊണ്ടുവന്നിട്ടുള്ള ഭാഷയും സംസ്കാരം, ആചാരങ്ങളും, മതവിശ്വാസങ്ങൾ എന്നിവ തുടങ്ങി പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വംശീയ ഗ്രൂപ്പ് ഉണ്ടായിട്ടുള്ളത്, എത്തിക് ഗ്രൂപ്പ് ഉണ്ടായിട്ടുള്ളത്. പഞ്ചാബികൾ പ്രധാനമായിട്ട് പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവരാണ്. അപ്പൊ ആ ഒരു രീതിയും പിന്നീട് അവരുടെ മതവും അവരുടെ സംസ്കാരവും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ബംഗ്ര സംസ്കാരം, ലോഹ്രി അങ്ങനെയുള്ള
സംസ്കാരങ്ങൾ നിലനിർത്തുന്നവരാണ് പഞ്ചാബികൾ. അതുപോലെ ഭക്ഷണമായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്ന ആൾക്കാരാണ് പഞ്ചാബികൾ. അപ്പൊ പഞ്ചാബികൾ എന്തുണ്ട്, അവർക്കൊരു എത്നിക് ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ എത്നിക് ഗ്രൂപ്പുകളുടെ അവരുടെ വംശീയപരമായിട്ടുള്ള ഐഡന്റിറ്റിയാണ് അവരുടെ എത്നിക് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ആ ഒരു എത്നിക് ഗ്രൂപ്പുകൾ അവരുടെ ഐഡന്റിറ്റി അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവര് ആ ഒരു വംശീയ നിലപാടുകൾ വെച്ച് പുലർത്തുന്നുമുണ്ട്. ആ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവർ എവിടെ പോയാലും പഞ്ചാബിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എവിടെ പോയാലും അവർ അവരുടെ സംസ്കാരങ്ങൾ അത്ര കണ്ട് മുറുകെ പിടിക്കുന്ന ഒരു ജനത ഇന്ത്യയിൽ വേറെ ഇല്ല. പഞ്ചാബികളാണ്. അതെല്ലാവരും പറയുന്ന ഒരു കാര്യം. പഞ്ചാബികൾ അത്ര കണ്ട് അവരുടെ അധ്വാനത്തിന് വില, അവർ കൂടുതൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അവർ അവരുടെ കൃഷിയിൽ അധിഷ്ഠിതമായിട്ട് ജീവിതത്തിലും സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അത്രയേറെ മുറുകെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു പാരമ്പര്യം വേറെ ഇല്ല, വേറൊരു ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ ഇല്ല. അത്രയും ഒരു എത്നിക് ആയിട്ടുള്ള ഒരു വംശീയപരമായിട്ടുള്ള ഒരു നിലപാട് പുലർത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്, ഒരു വംശീയ ഗ്രൂപ്പ് ഉണ്ട്. എത്നിക് ഗ്രൂപ്പ് പഞ്ചാബികൾക്കായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Unlike the primordialist view, which sees ethnicity as inherited, or the instrumentalist view, which sees it as tool for manipulation, Jenkins sees ethnicity as something that is neither fully fixed nor fully changeable. It is a fluid and ongoing process. പ്രൈമോർഡിയലിസ്റ്റ് വീക്ഷണത്തിൽ വംശീയതയെ പാരമ്പര്യമായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റലിസ്റ്റ് വീക്ഷണം ഇത് കൃത്രിമത്വത്തിനുള്ള ഒരു ഉപകരണമായിട്ടാണ് കാണുന്നത്. ജെങ്കിൻസ് വംശീയതയെ പൂർണ്ണമായിട്ട് സ്ഥിരതയില്ലാത്തത്, പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയാത്തത് ആയ ഒന്നായിട്ട് കാണുന്നു. ഇത് ദ്രാവകവും തുടർച്ചയായതുമായിട്ട് പ്രഖ്യാപിക്കുന്നത് സ്ഥിരതയില്ലാത്തതായിരിക്കാം, ചിലപ്പോൾ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയാത്തതോ ആയിട്ടുള്ള ഒന്നാണ്. പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയാത്തതായിരിക്കാം. പക്ഷെ ചില വംശീയതകൾ എന്താണ്, ഇല്ലാത്തതായിരിക്കാം, മാറ്റങ്ങൾക്ക് അതീതമായിരിക്കാം. ചിലത് ചില സമയത്ത് മാത്രം നിലനിൽക്കുന്നതായിരിക്കാം, ചില സമയത്ത് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം രൂപം കൊള്ളുന്നതും ആയിരിക്കാം, പിന്നീടുള്ള സമയങ്ങളിൽ അത് ഉണ്ടാകില്ല. പക്ഷെ എങ്കിലും ഓരോ മനുഷ്യ ജീവന്റെ ഉള്ളിലും എന്തെങ്കിലും ഒരു തരത്തിലുള്ള വംശീയത നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇതിലൂടെയൊക്കെ അർത്ഥമാക്കുന്നത് കേട്ടോ. സോ അടുത്ത നമ്മുടെ ഹെഡിങ് 22.8 റേസ് ആൻഡ് എത്നിസിറ്റി ആണ് പറയുന്നത്. റേസ് ആൻഡ് എത്നിസിറ്റി, വംശവും വംശീയതയും. റേസ് ആൻഡ് എത്നിസിറ്റി ആർ കണക്റ്റഡ് ബട്ട് ഡിഫറെന്റ്. ദ വേർഡ് റേസ് കംസ് ഫ്രം ലാറ്റിൻ ആൻഡ് യൂറോപ്യൻ വേർഡ്സ് മീൻസ് ജനറേഷൻ ഓർ ബ്ലഡ് ലൈൻ. ഇറ്റ് വാസ് യൂസ്ഡ് ലോങ് ബിഫോർ എത്നിസിറ്റി. വംശവും വംശീയതയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, പക്ഷെ വ്യത്യസ്തമാണ്. എന്നാൽ എന്താണ് വ്യത്യസ്തമാണ്? വംശം എന്ന വാക്ക് ലാറ്റിൻ യൂറോപ്യൻ പദങ്ങളിൽ നിന്നാണ് വന്നത്. തലമുറ അല്ലെങ്കിൽ ശക്തരേഖ, രക്തരേഖ, അതായത് ബ്ലഡ് ലൈൻ, ബ്ലഡ് റിലേഷൻ എന്നൊക്കെ പറയില്ലേ, അത് തലമുറകൾ എന്താണ് ബ്ലഡ് റിലേഷനിൽ പെട്ടതാണല്ലോ. രക്തരേഖ എന്നൊക്കെയാണ് എന്താണ് വംശത്തിന്റെ അർത്ഥം. വംശീയതയ്ക്ക് വളരെ മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. സയന്റിസ്റ്റ് once used to race to classify people by physical traits, but this idea lead to discrimination and racism. In 1938, Magnus racism after World War II, people avoided using race because of its link to genocide. ശാരീരിക സ്വഭാവങ്ങളിൽ ആളുകളെ തരംതിരിക്കാൻ ശാസ്ത്രജ്ഞർ ഒരിക്കലും എന്ത് ചെയ്തു, റേസ് ഉപയോഗിച്ചു, അതായത് വംശം എന്ന പദം ഉപയോഗിച്ചു. എന്നാൽ ഈ ആശയങ്ങൾ വിവേചനത്തിലേക്കും വംശീയതയിലേക്കും നയിച്ചിട്ടുണ്ട്. 1938 മാഗ്നസ് ഹിൽഷെൽഡ് ഇതിനെ വംശീയത എന്ന് വിളിച്ചു. അതിനെ പോലെ എന്ത് ചെയ്തു, വംശീയത എന്ന് വിളിച്ചു. അവരവരുടെ ബ്ലഡ് റിലേഷനെയും അവരവരുടെ തലമുറയെയും ചേർത്ത് പിടിക്കുന്നതിനെ വംശീയത എന്ന് വിളിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വംശഹത്യയുമായിട്ട് ബന്ധപ്പെട്ടതിനാൽ ആളുകൾ വംശം ഉപയോഗിക്കുന്നത് എന്ത് ചെയ്തു, ഒഴിവാക്കി. ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വംശഹത്യയാണല്ലോ അവിടെ നടന്നത്. അപ്പൊ ആ വംശഹത്യയുമായിട്ട് ബന്ധപ്പെട്ടതിനാൽ ആളുകൾ എന്ത് ചെയ്തു, വംശം ഉപയോഗിക്കുകയാണ്. ഇതിന്റെ വംശമാണ്, അല്ലെങ്കിൽ തലമുറകൾ പോലുന്ന ആ ഒരു വംശത്തിന്റെ ആ ഒരു ഉപയോഗം എന്ത് ചെയ്തു, ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. In the 1950s, scholars introduced ethnicity to focus on culture instead of physics traits. Some thought this was a fair way to group people. Others said race still plays a role in ethnic identity. 1950-കളിൽ പണ്ഡിതന്മാർ ശാരീരിക സ്വഭാവത്തിന് പകരം സംസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വംശീയത അവതരിപ്പിച്ചു. ശാരീരികമായിട്ടുള്ള സ്വഭാവം, ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസിൽ നിന്നാണ് വംശം വരുന്നത്, ബ്ലഡ് റിലേഷൻ, റേസ് വരുന്നത്. എന്നാൽ സംസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് വംശീയതയെ എന്ത് ചെയ്തു, അവതരിപ്പിച്ചു. ആളുകളെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ന്യായമായ മാർഗമാണിതെന്നാണ് ചിലർ കരുതിയത്. വംശം ഇപ്പോഴും വംശീയ സ്വത്വത്തിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞു. സംസ്കാരത്തിന്റെ കീഴിലുള്ള ഗ്രൂപ്പുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അവരത് അങ്ങനെ വംശീയത, എത്നിസിറ്റി, റേസിനെ എത്നിസിറ്റി ആയിട്ട് മാറ്റി സ്ഥാപിച്ചത്. പക്ഷെ പിന്നീട് പോലും എന്ത് ചെയ്തു, വംശം
പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, വംശീയ സ്വത്വത്തിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മളെ ബ്ലഡ് റിലേഷനും നമ്മുടെ തലമുറകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബാധിക്കുന്നില്ലേ, നമ്മൾ അവരെ പരിഗണിക്കുന്നില്ലേ, അതുപോലെ തന്നെ പരിഗണിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സം ബിലീവ് എത്നിസിറ്റി ഈസ് chosen and includes people while race is fixed and can exclude. Jenkins say ethnicity is about identity while race is not about how society categorizes people. ചില വിശ്വസിക്കുന്നത് വംശീയത തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്നും അതിൽ ആളുകളെ ഉൾക്കൊള്ളുന്നു, അതേസമയം വംശം സ്ഥിരമാണെന്നും അത് ഒഴിവാക്കാനാകുമെന്നും വിശ്വസിക്കുന്നു. ജെങ്കിങ്സ് പറയുന്നു, വംശീയത സ്വത്വത്തെക്കുറിച്ചാണ്, അതേസമയം വംശം സമൂഹം ആളുകളെ എങ്ങനെ തരംതിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് എന്നാണ് പറയുന്നത്. Omi and Vinod Van and treating race as part of ethnicity could lead to blaming victims of racism. They argue that race and ethnicity often mix but are not the same. വംശത്തെ വംശീയതയുടെ ഭാഗമായിട്ട് കണക്കാക്കുന്നത് വംശീയതയുടെ ഇരകളെ കുറ്റപ്പെടുത്താൻ ഇടയാക്കുമെന്ന് ഓമിയും വിനാറ്റും മുന്നറിയിപ്പ് നൽകുന്നു. വംശവും വംശീയതയും പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇടകലരുന്നുണ്ട്, എന്നാൽ അവ ഒരുപോലെയല്ലെന്ന് അവര് വാദിക്കുന്നു. ഫോർ എക്സാമ്പിൾ, physical traits while ethnicity is about culture, both shapes how people sees themselves and others. ചുരുക്കത്തില് വംശം ശാരീരിക സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്, വംശീയത സംസ്കാരത്തെ കുറിച്ചുള്ള, രണ്ടും ആളുകൾ തങ്ങളെയും മറ്റുള്ളവരെയും എങ്ങനെ കാണുന്നു എന്നതിനെ രൂപപ്പെടുത്തുന്ന. ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തങ്ങളെ എങ്ങനെയാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ തങ്ങളെ എങ്ങനെയാണ് നമ്മളെ ആളുകൾ ഇങ്ങനെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ, നമ്മളൊരു തരത്തിൽ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു നിലപാടാണ് എന്ത്, വംശീയ. നമ്മൾ എങ്ങനെയാണ് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന്റെ നിലപാടാണ് എന്ത്, വംശീയത എന്ന് പറയുന്നത്. അറ്റ് ലാസ്റ്റ് കൺക്ലൂഷൻ ആണ് നമ്മൾ പറയുന്നത്. 22 എൽവാൻ Denberg studied the difference between race and ethnicities in the book Race and Racism Explained 4 Meaning of Race. പിയർ എൽവാറും ഡെൽബർഗയും വംശവും വംശീയതയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു. റേസ് ആൻഡ് റേസിസം എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന് വംശത്തിന്റെ 4 അർത്ഥങ്ങൾ വിശദീകരിക്കുന്നു. ഫസ്റ്റ്, he rejects the idea of classifying people into 3 or 4 races, calling it outdated. Second, he notes that people sometimes use race to mean ethnic group, as in French race or Jewish race. Third, some use race as synonym for species. ഒന്നാമതായിട്ട് ആളുകളെ 3-4 വർഗങ്ങളായിട്ട് തരംതിരിക്കുന്ന ആശയം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നിരസിക്കുന്നുണ്ട്. അത് കാലാഹരണപ്പെട്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമതായിട്ട് ഫ്രഞ്ച് വംശം അല്ലെങ്കിൽ യഹൂദ വംശം എന്നതുപോലെയുള്ള ആളുകൾ ചിലപ്പോൾ വംശം എന്നത് വംശീയ വിഭാഗം എന്ന് അർത്ഥമാക്കുന്നതെന്ന് അദ്ദേഹം കുറിക്കുന്നു. വംശം എന്ന് പറയുന്നത് എന്താണ്, ബ്ലഡ് റിലേഷനും തലമുറകളുമാണ്. പക്ഷെ ഫ്രഞ്ച് വംശം എന്നതും യഹൂദ വംശം എന്നത് എന്തല്ല, വംശ ഗ്രൂപ്പുകളല്ല. പക്ഷെ എന്ത് ചെയ്യുന്ന ആളുകൾ എന്നതിന് വംശീയതയെ അളക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ വംശം എന്ന വാക്കുകൊണ്ട് കുറിക്കുന്നു എന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് ചിലർ സ്പീഷീസ് എന്നതിന്റെ പര്യായമായിട്ട് വംശം ഉപയോഗിക്കുന്നു എന്നാണ്. സ്പീഷീസ് അതായത് പോലെയുള്ള എന്താണ് പറയുക, ജീവി വിഭാഗങ്ങൾക്കാണ് ഈ സ്പീഷീസ് എന്ന് പറയുന്നത്. അതിനെയും എന്ത് ചെയ്യുന്നുണ്ട്, വംശം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവര് വംശം എന്നാണ് മനുഷ്യവംശം. മനുഷ്യൻ എന്നതൊരു സ്പീഷീസ് അല്ലേ, അതുപോലെ മനുഷ്യൻ എന്നൊരു സ്പീഷീസ്, അതുപോലെ സിംഹം എന്നത് മറ്റൊരു സ്പീഷീസ് ആണ്, ആനകൾ എന്ന് പറയുന്നത് മറ്റൊരു സ്പീഷീസ് ആണ് അല്ലെ. ഇതൊക്കെ എന്താണ്, വംശം എന്ന പദം കൊണ്ടും അതിനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. The fourth meaning is the one he supports. He defines race as a group that sees itself or he is seen by others as different due to unchangeable physical traits. നാലാമത്തെ അർത്ഥം അവർ പിന്തുണയ്ക്കുന്നതിന് ഒന്നാണ്, മാറ്റാനാവാത്ത ശാരീരിക സ്വഭാവങ്ങളിൽ വ്യത്യസ്തമായിട്ട് സ്വയം കാണുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്ന ഒരു കൂട്ടം എന്നാണ് അദ്ദേഹം വംശത്തെ നിർവചിക്കുന്നത്. മാറ്റാനാവാത്ത ശാരീരിക സ്വഭാവങ്ങൾ, ഇപ്പൊ കളറൊക്കെ, ഇപ്പോ നമ്മുടെ സ്കിന്നിന്റെ കളറ്, അതുപോലെ നമ്മുടെ ഹെയറിന്റെ കളറ്, അങ്ങനെയൊക്കെ വരുമല്ലോ. വ്യത്യസ്തമായിട്ട് സ്വയം കാണുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്ന ഒരു കൂട്ടം എന്നാണ് അദ്ദേഹം വംശത്തെ, അതും ഒരു വംശത്തിലതീതമായിട്ട് അവർ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. സോഷ്യോളജിസ്റ്റ് ലൈക്ക് ഗോർഡൻ ആൻഡ് ബെർഗെ ഫോക്കസ് ഓൺ വിസിബിൾ ആൻഡ് ഫിസിക്കൽ ട്രേറ്റ്സ് വെൻ ഡിഫൈൻ റേസ്. ദേ ബിലീവ് റേസ് ആൻഡ് എത്നിസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ both physical differences and how people talk about them. ഗോർഡൻ ബെർഗെ തുടങ്ങിയ സാമൂഹ്യശാസ്ത്രജ്ഞരെ വംശം നിർവചിക്കുമ്പോൾ ദൃശ്യമാകുന്ന ശാരീരികമായിട്ടുള്ള സ്വഭാവങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വംശീയതയും ശാരീരിക വ്യത്യാസങ്ങൾ ആളുകൾ അവരെ കുറിച്ച് എങ്ങനെ സംസാരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശാരീരിക പ്രകൃതിയും അതുപോലെ നമ്മുടെ പുറമേ കാണുന്ന സംഭവങ്ങൾ, നമ്മുടെ കളറും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന്റെ കളറൊക്കെ
ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബെർഗെ ഓൾസോ സേസ് ദ ലൈൻ ബിറ്റ്വീൻ റേസ് ആൻഡ് എത്നിസിറ്റി ഈസ് സംടൈംസ് അൺക്ലിയർ. കൾച്ചർ അഫക്ട്സ് ഹൗ പീപ്പിൾ സീസ് റേസ്. ഫോർ എക്സാമ്പിൾ, ബോഡി ഓർഡേഴ്സ് ലിങ്കർ ടു ഡയറ്റ്, നോട്ട് ജെനറ്റിക്സ്. ഫിസിക്കൽ ഫീച്ചേഴ്സ് ക്യാൻ ബി ചേഞ്ചഡ് ത്രൂ സർജറി ഓർ കോസ്മെറ്റിക്. വംശവും വംശീയതയും തമ്മിലുള്ള അതിർത്തി ചിലപ്പോൾ അവ്യക്തമാണെന്ന് ബെർഗെ പറയുന്നു. ആളുകൾ വംശത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ സംസ്കാരം ബാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ശരീര ദുർഗന്ധം ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതെന്തല്ല, ജനിതക ശാസ്ത്രമല്ല. നമ്മൾ ഭക്ഷണത്തിനനുസരിച്ച് ശാരീരിക ദുർഗന്ധം വ്യത്യാസപ്പെട്ടിരിക്കുന്ന അതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നാണ് പറയുന്നത്. നമ്മുടെ ബോഡി ഓഡോറൊക്കെ നമ്മുടെ ഭക്ഷണം നിയന്ത്രിച്ചാൽ നമുക്ക് മാറ്റാൻ കഴിയും. അതെന്തല്ല, ഒരു ജനിതക ശാസ്ത്രമല്ല. ശസ്ത്രക്രിയയിലൂടെ സൗന്ദര്യ വസ്തുക്കളുടെ ശാരീരിക സവിശേഷതകൾ നമ്മൾ മാറ്റാൻ കഴിയും. നമ്മുടെ കളർ വരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടൊന്നും ഒരു വംശം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോഷ്യൽ പെർസെപ്ഷൻ ഓൾസോ പ്ലേസ് എ റോൾ. എ വെൽത്ത് ബ്ലാക്ക് പേഴ്സൺ മൈറ്റ് ബി seen as lighter skinned in Brazil, whereas saying goes മണി ബ്ലീച്ചസ്. സാമൂഹിക ധാരണയും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പണം വെളുപ്പിക്കുന്നുണ്ട്. പണം എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ വെളുപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നൊരു പഴഞ്ചൊല്ല് പറയുന്ന ബ്രസീലിൽ കറുത്ത നിറമുള്ള ഒരു ധനികരെ ഭാരം കുറഞ്ഞവനായിട്ട് കണ്ടേക്കാം എന്നാണ് പറയുന്നത്. ബ്രസീലിൽ എന്താണ്, കറുത്ത നിറമുള്ളവനായാലും പണം ഉണ്ടെങ്കിൽ അവന് വാല്യൂ ഉണ്ട്. ഒരു കറുത്ത വർഗത്തെ എതിർക്കുന്ന ആൾക്കാരായപ്പോൾ ആ കറുത്ത വർഗക്കാരന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അവനെയും ലോകം അംഗീകരിക്കും എന്നാണ് പറയുന്നത്. Despite this complexity, the difference between race and ethnicity is still useful. Some scholars argue that culture and ancestry shape identity. Mary Water explained that society values some ancestors over others. ഈ സങ്കീർണതകൾക്കിടയിലും വംശീയതയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും ഉപയോഗപ്രദമാണെന്നാണ് പറഞ്ഞത്. സംസ്കാരവും പൂർവികരും സ്വത്വത്തെ രൂപപ്പെടുത്തുന്നുവെന്ന് ചില പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട്. മേരി വാട്ടേഴ്സ് വിശദീകരിക്കുന്ന സമൂഹം ചില പൂർവികരെ മറ്റുള്ളവരെക്കാൾ വിലമതിക്കുന്നെന്നാണ്. പൂർവികരായിട്ടുള്ള മാറ്റങ്ങൾ, പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വംശം ചേർത്ത് പിടിക്കുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. അവരുടെ ആ വംശത്തിൽ ഉണ്ടാകുന്നവരുടെ, ആ തലമുറയിൽ ഉണ്ടാകുന്നവരുടെ ഒരു സ്വത്വം രൂപീകരിക്കാൻ അത് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ രാജപരമ്പരയിൽ ജനിക്കുന്ന ആൾക്കാർക്ക് ഒരു പദവിയില്ലേ, അതിനാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് അത് കിട്ടുമോ? ഇല്ല. ആ വംശം അവർ ചേർത്ത് പിടിച്ചുകൊണ്ടല്ല അവർക്ക് ആ പദവി കിട്ടിയത് എന്നാണ് പറയുന്നത്. അത് ചില ഇൻഡിവിജ്വൽസിന് അത് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് someone is a part English and part German, they can identify as either. But if someone is a part African and part German, society may not fully accept them as German if they look black. ഉദാഹരണത്തിന്, ഒരാൾ ഇംഗ്ലീഷും സംസാരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷുകാരനായിട്ട് അവനെ എന്ത് ചെയ്യാം, നമുക്ക് പറയാൻ കഴിയും. കാരണം ഏകദേശം പ്രത്യക്ഷത്തിൽ കാണാൻ ഒരുപോലെയാണ്. പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ആഫ്രിക്കക്കാരനാണെങ്കിൽ എന്ത് ചെയ്യും, അവർ ജർമ്മൻകാരനായിട്ടുള്ള എന്താണ്, ഒരാൾ ആഫ്രിക്കക്കാരനും ഭാഗികമായിട്ട് ജർമ്മൻകാരനുമാണ്, ജർമ്മൻ ഭാഷ സംസാരിക്കുന്നുണ്ട്, ജർമ്മനിയിൽ ജീവിക്കുന്നുണ്ട് എന്നെങ്കിൽ പോലും അവർ ജർമ്മനികളായിട്ട് അവര് അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻ ദ എൻഡ്, എത്നിസിറ്റി is built on both physical and cultural identity. Understanding how people define and categorize themselves is key to studying race and ethnicity. ആത്യന്തികമായിട്ട് വംശീയത കെട്ടിപ്പടുക്കുന്നതും ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള ഐഡന്റിറ്റിയിലാണ് എന്നാണ് പറയുന്നത്. ആളുകളെ തങ്ങളെ തന്നെ നിർവചിക്കുകയും തരംതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നത് വംശവും വംശീയതയും പഠിക്കുന്നതിലുള്ള പ്രധാനമാണ്. വംശീയത കെട്ടിപ്പടുക്കുന്നത് ഭൗതികവും സംസ്കാരവുമായിട്ടുള്ള ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ആളുകൾ തന്നെ നിർവചിക്കുകയും തരംതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വംശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും അവൻ്റെതായിട്ടുള്ളൊരു വംശീയ നിലപാട് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് എപ്പോൾ വിമോചിതനാകുമോ അവനാണ് യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് കൂടെ നമുക്കൊന്ന് നോക്കാം. Describe the class and ethnicity, the construction of ethnicity, pre-modalized, instrumentalist and constructive models of ethnicity. നമ്മൾ പറഞ്ഞല്ലോ, അപ്രോച്ചുകൾ 3 തരത്തിലുള്ള അപ്രോച്ചുകൾ നമ്മൾ പറഞ്ഞു. Explain the relationship between race and ethnicity. വർഗവും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.